ഒന്ന്, സാധാരണഗതിയിൽ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് നിങ്ങളുൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുന്നത്, വലിയ വലിയ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതായി കാണാനും കേൾക്കാനും താല്പര്യപ്പെടുന്ന ആളുകളാണ് പുതിയ തലമുറയിലെ കുട്ടികൾ എന്നാണ് പൊതുവിൽ പറയുന്നത്. ഞാനിവിടെ വന്ന് ഇരിക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട് എങ്കിലും ഞാനിപ്പോഴും ഈ നമ്മുടെ ഇരിക്കുന്ന ആളുകളെ വീക്ഷിക്കുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കൾ ഈ പരിപാടിയെ അത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് SFI ഏറ്റെടുത്തിട്ടുള്ള സമരത്തിൻ്റെ പ്രസക്തി എന്ന് പറയുകയാണ്. കാരണം ഇന്ന് നാട് മുഴുവൻ ഈ വിഷയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നാഷണൽ വൈഡ് വലിയ സമരത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ഒരിക്കലും കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഞാനൊക്കെ SFIയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിലൊക്കെ വലിയ സമരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാൻ വേണ്ടി SFIക്ക് കഴിയുമോ എന്ന് ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കടക്കം ചെല്ലാനും സമരം നടത്താനും ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പോലും കുറേയൊക്കെ വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും ഒക്കെ പങ്കുചേർക്കാനും വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് SFI ഏറ്റെടുത്തിട്ടുള്ള ഈ സമരത്തിൻ്റെ വിഷയം അത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ്. 23 ലക്ഷം കുട്ടികളാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 23 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയതൊരു 50 ലക്ഷം ആളുകളിലേക്ക് തീർച്ചയായും ഈ വിഷയം എത്തിയിട്ടുണ്ട്. 50-മല്ല, 75 ലക്ഷം മിനിമം. ഒരു കുട്ടിയാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ മിനിമം 75 ലക്ഷം പേരിലേക്കെങ്കിലും ഈ വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സമ്മർദ്ദത്തിലാണ് ഈ പറഞ്ഞ മനുഷ്യരെല്ലാം എന്നുള്ളതാണ്. ആ സമ്മർദ്ദം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി SFI തയ്യാറായതിലുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ ഈ മഹിളാ അസോസിയേഷൻ്റെ എല്ലാം ഭാഗമായി നിൽക്കുമ്പോൾ പലപ്പോഴും പല വീടുകളിലേക്ക് അമ്മമാർ കൂടി ഉൾപ്പെടുന്ന സംഘടനയാണല്ലോ ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ. തീർച്ചയായും അവരുമായി പല പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് പല ആളുകളും വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിപ്പോൾ വിഷയമായപ്പോൾ പോലും അതിനെ ഇങ്ങനെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ്. കാരണം ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതിന് അതിന് പ്രത്യേക ഏജൻസികളെ, അതിന് പ്രത്യേക സംവിധാനങ്ങളെ പറ്റിയുള്ള പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കച്ചവടവൽക്കരിക്കുക എന്നുള്ള നയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറെ നാളുകളായി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനെ കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന് വലിയ താല്പര്യം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം വിദ്യാഭ്യാസ മേഖലയിൽ വന്നു എന്ന് പറയുമ്പോൾ അത് കച്ചവട താല്പര്യം മാത്രമാണ്. മറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളോടുള്ള താല്പര്യമാണ് അവർക്ക് മുന്നിലുള്ളത് എങ്കിൽ കാലങ്ങളായി SFI ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം എന്നുള്ളത് നാഷണൽ ബഡ്ജറ്റിന്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുക എന്നുള്ള ആവശ്യമാണ്. ആ ആവശ്യം ഇന്നേ വരെ അവർ പരിഗണിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ ആവശ്യം അവർ പരിഗണിക്കാൻ വേണ്ടി തയ്യാറാവാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആ ആവശ്യത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ ദീർഘമായി സംഭാഷണത്തിലേക്ക് മുതിരുന്നില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ട് എന്നുള്ളതാണ് വെയ്പ്പ് മാത്രമാണ്. ആ ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ആശങ്ക, ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആ ആവശ്യം പരിഗണിക്കാനും പരിഹരിക്കാനും വേണ്ടി തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് നാഷണൽ വൈഡായി വിദ്യാർത്ഥികൾ വലിയ സമരത്തിന്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അറിയാത്ത ആളുകളാണ് കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. നരേന്ദ്രമോദിക്ക് എന്താണ് വിദ്യാഭ്യാസമെന്നും വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണെന്നും സ്കൂളിൽ പോകാത്ത നരേന്ദ്രമോദിക്ക് അറിയണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ഒന്നായി നിൽക്കുന്നു. രണ്ടാമത്തത്
വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിച്ച് വലതുപക്ഷത്തിന് കീഴ്പ്പെടുത്തുക എന്ന മുതലാളിത്തത്തിന് കീഴ്പ്പെടുത്തുക എന്നുള്ള നയമാണ്. അതിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ അടാട്ട് മാഷ് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന്റെ കുട്ടികളെ, സാധാരണക്കാരന്റെ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് കൂടുതൽ ശക്തിപ്പെടും. ഇതിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടി കഴിയണം. അതിനെങ്ങനെ കഴിയും എന്നുള്ളതിന് ചരിത്രം നമുക്ക് പല ഉദാഹരണങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നോളം നമ്മൾ നേടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ വലിയ സമരങ്ങൾ നടത്തി തന്നെയാണ് നേടിയിട്ടുള്ളത്. നമുക്ക് ബസ്സിൽ കിട്ടുന്ന കൺസെഷൻ, ഇപ്പോ കേരളത്തിനകത്ത് UDFന്റെ സർക്കാർ വന്നതിന്റെ ഒരു വിസ്മയം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങളിലൂടെയാണ്. സമരങ്ങൾക്ക് ഇനിയും പ്രസക്തിയുണ്ട്. നമ്മുടെ നാട്, ആ നാടിന്റെ ചരിത്രവും നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ, അവരുടെ വീട്ടിലെ കുട്ടികളുടെ ആശങ്ക മുഴുവൻ പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വലിയ സമര പോരാട്ടങ്ങൾ നടത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രിയപ്പെട്ട SFI തയ്യാറെടുക്കുമ്പോൾ മഹിളകളുടെ സംഘടന, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും നൽകി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.